അങ്ങനെ اللهم لا تمتني حتى أرى من أمة محمد صلى الله عليه وسلم أحدا فعل به كما فعل بإبراهيم خليلا. ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ ചെയ്യപ്പെട്ടിട്ടും ഒരു രോമം പോലും കരിയാതെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുന്ന ഒരാളെ ഈ ഉമ്മത്തിൽ എനിക്ക് നീ കാണിച്ചു തരാതെ എന്നെ നീ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു സയ്യിദുനാ ഉമർ എന്ന് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ചിന്തിക്കും. أحدا فعل به كما فعل إبراهيم خليلا. കറാമത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു സയ്യിദുനാ ഉമർ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ചിന്തിക്കണം. കണ്ടല്ലോ മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ കള്ളപ്രവാചകനായ തബ്ബാരിയെ അറസ്റ്റ് ചെയ്തു തീയിലെറിഞ്ഞു. കള്ളപ്രവാചകൻ അറസ്റ്റ് ചെയ്ത തീയിലെറിഞ്ഞു മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ നോക്കുമ്പോ എന്താ ثم رأوه وهو قائم يصلي فيها. പിന്നെ അവർ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ തീയിൽ നിന്ന് നിസ്കരിക്കുക. കള്ളപ്രവാചകനും അനുയായികളും നോക്കുമ്പോൾ ഈ മഹാനായ സഹാബി നിന്നിട്ട് നിസ്കരിക്കുക, തീയിൽ നിന്ന് നിസ്കരിക്കുക. ثم رأوه وهو قائم يصلي فيها. അഗ്നികുണ്ഡത്തിൽ സുസ്മേരവദനായി ഇറങ്ങി വന്നു സയ്യിദുനാ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഏതായ യുദ്ധകാലഘട്ടം ഉടനെ മദീനയിൽ നിന്ന് കത്തയച്ചു സയ്യിദുനാ ഉമർ. അദ്ദേഹത്തിന് കറാമത്ത് കാട്ടിയ മനുഷ്യനെ മദീനയിലേക്ക് അയക്കുകയും ആ മനുഷ്യനെ മദീനയിലേക്ക് അയച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ വന്നു. അദ്ദേഹത്തെ فقبله وعانقه فاجلسه بينه وبين أبي بكر صديق എന്ന ഖലീഫയും ഉമർ ഇബ്നുൽ ഖത്താബ് ഇരിക്കുന്നവന്റെ നടുവിലിരുത്തി അദ്ദേഹത്തെ ആദരിച്ചു സയ്യിദുനാ ഉമർ. എന്താ അവർക്ക് സ്വഹാബത്തിന്റെ വിശ്വാസം? അസ്മാ ബീവിക്ക് രോഗമുണ്ടായിരുന്നു, രോഗം മാറ്റിയിരുന്നു. എങ്ങനെ രോഗം മാറിയുന്നത്? മിംസിൽ പോയിട്ട് അഡ്മിറ്റ് ആവുകയല്ല, കിംസിൽ പോയിട്ട് അഡ്മിറ്റ് ആവുകയല്ല, ഹോസ്പിറ്റലിൽ ഒരു ബുക്ക് ചെയ്യുകയല്ല. അതല്ല അസ്മാ ബീവി ചെയ്തിരുന്നത്. അസ്മാ ബീവി പരിസരത്ത് ആരാ? അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ്. ഉറക്കപ്പറ സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ് അസ്മാ ബീവി. നിങ്ങൾ പറയും, നിങ്ങൾ വഹാബികളെ പറയും, നിങ്ങൾ പറയും, നിങ്ങൾക്ക് സഹാബത്തിന്റെ വിശ്വാസം നിങ്ങളും തമ്മിലുള്ള ബന്ധമില്ല. നിങ്ങൾ പറയും. സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ് ബഹുമാനപ്പെട്ട അസ്മാ ബീവി. ആരാ സിദ്ദീഖുൽ അക്ബർ? പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ ഖുർആനിൽ സാഹിബുർ റസൂൽ എന്ന് പേര് കൊടുത്ത ആളാണ് സിദ്ദീഖ്. ഒന്നുകൂടെ പറയാം, അല്ലാഹുവിന്റെ ഖുർആനിൽ സാഹിബുർ റസൂൽ, റസൂലുള്ളാഹിന്റെ ചങ്ങാതി, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരൻ എന്ന് ഖുർആനിൽ പേര് കൊടുത്ത ആളാണ് സിദ്ദീഖുൽ അക്ബർ. إذ قال لصاحبه لا تحزن إن الله معنا. ഇങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇനി നീ ചിന്തിക്കുക, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളാണ് അസ്മാഉ ബിൻതു അബീ ബക്കർ. അസ്മാഉ ബീവി എങ്ങനെയാ രോഗം മാറ്റുക? തത്തുല്യമായി നിങ്ങൾ വിശ്വാസം എന്താ? കൂടെ പറയും, എങ്ങനെ രോഗം മാറ്റുക? അവരുടെ കയ്യിൽ ഒരു കുപ്പായമുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരു കോട്ടുണ്ടായിരുന്നു, ഒരു കുപ്പായമുണ്ടായിരുന്നു. ആരുടെ കുപ്പായം? ജുബ്ബത്തു റസൂലില്ലാഹ് കാനത്ത് ഇൻദ ആയിഷ ഫലമ്മാ ഖുബിലത് ഖബൽതുഹാ. ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു ആ കുപ്പായം പറ്റുവെച്ചിരുന്നത്. അത് ജുബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ കുപ്പായമായിരുന്നു.
അത് ഹബീബാണ് വഫാത്തായപ്പോൾ അസ്മാ ബി ആയിഷ ബീവി സൂക്ഷിച്ചിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവിയും വഫാത്തായി റളിയല്ലാഹു അൻഹാ. അങ്ങനെ ആ കുപ്പായം അസ്മാ ബീവി കൊണ്ടുവന്നു. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവി പ്രഗൽഭ സ്വഹാബിയത്തായ ഹബീബിന്റെ അരിമശിഷ്യയായ സുദീഖുൽ അക്ബറിന്റെ ഇഷ്ടപ്പെട്ട മകളായ സുദീഖുൽ അക്ബറിന്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ഈ കുപ്പായം വീട്ടിൽ കൊണ്ടുവന്ന് പാത്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഇതെഷ്ടക്കാമിന്ന അഹദുൻ, ഞങ്ങളെ കുടുംബത്തിലോ പരിസരത്തോ ആർക്കെങ്കിലും രോഗമായാൽ നഗ്സിലുഹ, ആ കുപ്പായം വെള്ളത്തിലിട്ട് മുക്കും. അങ്ങനെ വെള്ളത്തിലിട്ട കുപ്പായം മുക്കും. എന്നിട്ടോ ഹബീബിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കുകയും ആ വെള്ളം കുടിച്ച് രോഗം മാറ്റുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹിന്റെ കുപ്പായം വെള്ളത്തിലിട്ട് മുക്കുക, എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ രോഗമാകും. റസൂലുള്ളാഹിന്റെ കുപ്പായം വെള്ളത്തിലിട്ട് മുക്കുക, കുപ്പായം പാത്ത് വെക്കുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക, രോഗം മാറിയിരുന്നു. ഈ രോഗം മാറ്റിയിരുന്നു, രോഗം മാറിയിരുന്നു. ആർക്ക്? സ്വഹാബികൾക്ക്. രോഗം മാറ്റാൻ നേതൃത്വം കൊടുക്കുന്ന പെണ്ണ് സുദ്ദീഖുൽ അക്ബറിന്റെ മൂത്ത മകളും പ്രഗൽഭ സ്വഹാബത്തിയത്തുമായ ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് അബീ ബക്കർ. ഈ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം എന്താ? അതാണ് നിങ്ങളെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? ചിന്തിക്കുക എന്ന് പറയുന്നു. ഈ ഹദീസിന്റെ താഴെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മഹാന്മാരുടെ വസ്ത്രങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുക. മഹാന്മാരുടെ വസ്ത്രം നബിമാർ മാത്രമല്ല, മഹാന്മാരെ വസ്ത്രം, ആ വസ്ത്രത്തിൽ തൊട്ട വെള്ളം കൊണ്ടുവരെ രോഗത്തിന്റെ ശിഫായിന്റെ തബറുക്കുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു എന്ന് എഴുതി ആര്? ഇമാമുന യഹ്യ ഇബ്നു ശറഫ് നവവി റളിയല്ലാഹു അൻഹു. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അപ്പോൾ അഹ്ലുൽ ബൈത്ത് തങ്ങന്മാരിക്കുണ്ടല്ലോ, അഹ്ലുൽ ബൈത്ത് അവരെ വസ്ത്രത്തിന് അതിനൊക്കെ പ്രാധാന്യമുണ്ട്, അവരെ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്, അവരെ കയ്യിന് പ്രാധാന്യമുണ്ട്, കയ്യിന് പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യ് മുറിഞ്ഞു പോയി. ആ കയ്യ് മുറിവായി വെച്ച് കൂട്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി അതിന്റെ മേലെ ഉമിനീര് കൊണ്ട് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തു. എന്നിട്ട് യുദ്ധം ചെയ്തു ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്ബർ. ഈ കയ്യിന്റെ ഭാഗം പിന്നെ താബിഈങ്ങൾ ചിന്തിച്ചിരുന്നു എന്ന്. ആ ഉമിനീരൊക്കെ കഴിഞ്ഞു, കാലം കുറയായി. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ഉമിനീര്, ഇപ്പോൾ അവിടെ ഉമിനീരൊന്നുമില്ല. ഉമിനീര് ഖൈബർ യുദ്ധത്തിലാണ് ഈ സംഭവം. ഖൈബർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് വീണു, പൊട്ടി. ഹബീബാ റസൂലുള്ള മുറിവായിലേക്ക് കയറ്റി, അങ്ങോട്ട് കയറ്റി. എന്നിട്ട് തന്റെ ഉമിനീര് കൊണ്ടാണ് അടച്ചു, രോഗം മാറ്റി. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്തു ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്ബർ.